കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹം റെസ്റ്റോറന്റ് ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണ്. എന്നോട് ചോദിച്ചു നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിൽ ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. മൂപ്പരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളൊരു കാര്യം നോട്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന സമയത്ത് ഈ സാലറിന്റെ ഉള്ളിൽ ഫുഡ് അലവൻസ് എന്ന് പറയുന്ന എമൗണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ ഫുഡ് അലവൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫുഡ് അലവൻസിനെ സാലറിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യാതെ വേറൊരു എക്സ്പെൻസ് ആയിട്ട് ഒരു മീൽ വൗച്ചർ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഈ സാലറി, ടോട്ടൽ സാലറി എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യും, കുറഞ്ഞു കിട്ടും. അവിടെ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടോട്ടൽ സാലറിയുടെ പുറത്താണ് നമ്മൾ PF, ESI അല്ലെങ്കിൽ TDS പോലുള്ള എക്സ്പെൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഗവൺമെന്റിന് പേ ചെയ്യും. സോ ഈ ഫുഡ് അലവൻസിനെ പുറത്തേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സാലറി എക്സ്പെൻസ് അവിടെ കുറയും. നമ്മൾ കൊടുക്കേണ്ട, നമ്മൾ ചാർജ് ചെയ്യുന്ന PF, ESI പോലുള്ള എമൗണ്ട്സ് അവിടെ എന്താകും, റെഡ്യൂസ് ആകും. അവിടെ നമുക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് എംപ്ലോയിക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ആകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി എംപ്ലോയിക്ക് സാലറി കൊടുക്കുമ്പോൾ TDS എമൗണ്ട് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാകുക, സാലറി ആയിട്ട് പേ ചെയ്യുന്നുണ്ടാകുക. ഇവിടെ നമുക്ക് മീൽ വൗച്ചർ എന്ന് പറയുന്ന ഒരു എമൗണ്ട് സെപ്പറേറ്റ്ലി മാറ്റുന്നത് കൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ടിന് പകരമായിട്ടുള്ള വൗച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയിന്റെ കയ്യിൽ ഡയറക്ട്ലി ഫുൾ എമൗണ്ട് എന്നുള്ള രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ എംപ്ലോയീസിനും അത് തന്നെയായിരിക്കും ഒരു ബെനിഫിറ്റ് തന്നെയായിരിക്കും. സോ ഇതുപോലുള്ള കൂടുതൽ ടിപ്സ് അറിയാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.